ആകാശവാണി ദേവികുളം സ്പൈസ് FM. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. അങ്കണത്തിൽ ഇന്ന് ലിജ സുനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ, കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം കഥ കേൾക്കാം. ഒരു ഗുൽമോഹർ പ്രണയം. നാളെ പതിവിലും നേരത്തെ ഉണരണം. ആരതി മനസ്സിൽ മന്ത്രിച്ചു. ഇപ്പോൾ ഒരാളല്ല, ഉദരത്തിൽ അനന്തേട്ടന്റെ കുഞ്ഞു പൈതൽ മുട്ടിട്ടിട്ട് 7-ാം മാസം ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ നാളെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അനന്തേട്ടനെ പിരിഞ്ഞിതുവരെ നിന്നിട്ടില്ല. എന്നോ ഒരിക്കൽ അനന്തേട്ടൻ പിണങ്ങി നിന്നപ്പോൾ വാശിക്ക് ഒരാഴ്ച വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. കാണാണ്ട് പറ്റില്ലാതിരുന്നിട്ടും കടിച്ചു പിടിച്ച് ദിവസങ്ങൾ നീട്ടിയതാണ്. ഓരോ രാവും പകലും ഒരു യുഗമായി തോന്നിയിട്ടുണ്ട്. അത്ര അന്തരമുണ്ടായിരുന്നു ആ നാളുകൾക്ക്. പിന്നീട് ഇതുവരെ അങ്ങനൊരബദ്ധം കാണിച്ചിട്ടില്ല. ആരതി ആലോചനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് അനന്തു ചോദിച്ചു, എന്താ പെണ്ണെ, കിനാവ് കാണുവാണോ? പിന്നെ കിനാവ് കാണാൻ പറ്റിയ സമയം. എനിക്ക് നാളെ പോകണ്ട അനന്തേട്ടാ, ആരതി വിതുമ്പി. ആരായി പറയുന്നേ? പണ്ട് വാശി കയറി ഒരാഴ്ച എന്നെ തനിച്ചാക്കി വീട്ടിൽ പോയി നിന്നവളല്ലേ നീയ്. പിന്നെ ഇപ്പം എന്താ? അത് അന്നങ്ങനെ എൻ്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയതല്ലേ. അതുപോലാണോ ഇപ്പോൾ? എനിക്ക് അനന്തേട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അവൾ തൻ്റെ പ്രാണന്റെ നെഞ്ചിലേക്ക് മെല്ലെ തല ചായ്ച്ചു. ഒപ്പം തൻ്റെ ഉദരത്തിലെ കുഞ്ഞുമാലാക്കിയെയും ചേർത്ത് പിടിച്ചു. അവർ കിനാവുകൾ മെടഞ്ഞതിൽ തങ്ങളുടെ പൈതലിന് താരാട്ടുപാടാൻ ശ്രുതി തേടി. നിലാവും നക്ഷത്രങ്ങളും അവർക്കായി കണ്ണു ചിമ്മി നിന്നു. ഇരുട്ടാൽ പിടഞ്ഞ മാനത്ത് വെട്ടം വീണപ്പോഴേക്കും അവർ എണീറ്റു. പിരിഞ്ഞിരിക്കേണ്ട വേദനയാൽ രണ്ടാളുടെയും മുഖം കാർമേഘം മൂടിയതുപോലെയായിരുന്നു. ചടങ്ങിന് ഒട്ടും വൈകാതെ തന്നെ ആരതിയുടെ വീട്ടുകാരെത്തി. തൻ്റെ മാതാപിതാക്കളെ കണ്ട സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല ആരതിയുടെ മുഖത്ത്. ആകെ മൂകത മാത്രം നിഴലിച്ചു. വൈകണ്ട, ഇറങ്ങാമല്ലേ, ആരതിയുടെ അച്ഛൻ പറഞ്ഞു. അനന്തു തൻ്റെ പ്രിയതമയോട് ചേർന്നു നിന്നു. ഒരാഴ്ചയല്ലേ, അത് വേഗം പോകും. ഒറ്റയ്ക്കല്ലല്ലോ. ഇപ്പോഴത്തെ വിഷമമേ ഉള്ളൂ. അവിടെ ചെന്നാൽ എല്ലാം മാറും. ഞാനങ്ങ് എത്തിക്കോളാം. സന്തോഷത്തോടെ പോയിട്ട് വാ. അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അനന്തുവിൻ്റെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. വൈകിയില്ല, അവരിറങ്ങി. അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു. താൻ തൻ്റെ പാതിയും കുഞ്ഞും കൂടെയില്ലാത്ത ദിനരാത്രങ്ങൾ അവന് കഴിയുമായിരുന്നില്ല. അവൾക്കും. പിറ്റേന്ന് പതിവ് പോലെ ഓഫീസിൽ പോകാൻ അനന്തുവിൻ്റെ മനസ്സനുവദിച്ചില്ല. ആരതിയുടെ പരാതികൾ ഫോണിലൂടെയും തീർന്നിരുന്നില്ല. ഇന്നല്ലേ ചെക്കപ്പിന് പോകേണ്ടത്? മറുവശത്തു നിന്നും ഒരു മൂളൽ മാത്രമാണ് കേട്ടത്. അമ്മയല്ലേ കൂടെ വരുന്നത്? അമ്മമാർക്കുമില്ലേ മക്കളുടെ കാര്യത്തിൽ ഓരോ ആഗ്രഹങ്ങൾ. സമയം കളയണ്ട, പോയിട്ട് വാ. അനന്തു സംഭാഷണം കൂടുതൽ ദീർഘിപ്പിച്ചില്ല. അവൻ കട്ടിലിൽ ഇരുന്ന് തലയിണയിലേക്ക് തല ചായ്ച്ചൊന്ന് നെടുവീർപ്പിട്ടു. ചുവന്ന വാഗപ്പൂവിനെ പ്രണയിനിയായി കണ്ട നാളുകൾക്കിടയിലേക്കാണ് അവൾ എൻ്റെ ആരതിയെ ആദ്യമായി കണ്ടത്. അവളുടെ കരിമഷി പുരണ്ട നേത്രങ്ങൾ ആരെയോ തിരയുന്നതായി അവന് തോന്നി. എല്ലാവരും കൂട്ടുകാരുമൊത്ത് സല്ലപിക്കുമ്പോൾ അവൾ ഒറ്റയ്ക്കായിരുന്നു. വാഗമരത്തെ നോക്കി അവൾ അതരം വിടർത്തി പുഞ്ചിരി തൂകി. ഒരു വാഗപ്പൂവ് കൈകളിൽ എടുത്തിട്ട് അതിൻ്റെ അഴകു വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് രണ്ടാൾക്കുമിടയിൽ ഒരേ പ്രണയമാണെന്ന് അവന് മനസ്സിലായത്. പിന്നീട് അവൻ പറഞ്ഞ പ്രണയ സൗഹൃദങ്ങളാകാം അവളെയും അവനിലേക്ക് അടുപ്പിച്ചത്. പ്രണയം പൂവിട്ടതും കൊഴിയാതെ തന്നിലേക്ക് അടുപ്പിക്കാൻ താലി എന്ന രൂപത്തിൽ അവളുടെ കഴുത്തിൽ ചാർത്തിയതും അതേ വാഗമരച്ചുവട്ടിൽ വെച്ചായിരുന്നു. എല്ലാവരും എതിർത്തെങ്കിലും പോരാട്ടത്തെ ജയിച്ച പ്രതീതിയുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ ആ നാളുകൾക്ക്. ഗ്രീഷ്മത്തിൽ വിരിഞ്ഞ പൂവായിരുന്നു ആ പ്രണയം. മിഴികളിലും നെഞ്ചിലും കുളിരായി നിന്ന കാവ്യം. ഋതുക്കൾ ഓരോന്നായി മാറുമ്പോഴും പ്രണയമഴയാൽ തീവ്രതയേറിയ നാളുകൾ. പെട്ടെന്നാണ് അനന്തുവിൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ആരതിയാണ്. തൻ്റെ ഓർമ്മകൾക്ക് വിലങ്ങിട്ട് അവൻ ഫോൺ എടുത്തു. ഹലോ ആരതി. മറുവശത്ത് ആരതിയുടെ അമ്മയായിരുന്നു. മോൻ വേഗം ആശുപത്രിയിലേക്ക് വാ. അമ്മേ, അവളെവിടെ? അനന്തുവിൻ്റെ ചോദ്യത്തിന് അമ്മ എന്തോ വ്യക്തമല്ലാത്ത കൂട്ടിച്ചേർക്കാത്ത വാക്കുകളാണ് പറയുന്നതെന്ന് അവന് തോന്നി. താമസിക്കാതെ അവൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ചെന്നതും ഡോക്ടറുമായി സംസാരിച്ചതും എല്ലാം പെട്ടെന്നായിരുന്നു. അവൻ്റെ മനസ്സ് പെരുമ്പട കൊട്ടാൻ തുടങ്ങി. മിഴികൾ നീർച്ചാലുകളാൽ താളം കൊട്ടി. ഡോക്ടറിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിയതു മാത്രമേ അനന്തുവിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നീടങ്ങോട്ട് കരച്ചിലിൻ്റെ അകമ്പടിയാണ് കാതിലെത്തിയത്. തങ്ങൾ ഇത്ര നാളും താലോലിച്ച് കൊഞ്ചിച്ച പിഞ്ചു പൈതൽ അവളുടെ ഉദരത്തിൽ കിടന്ന് തങ്ങളെ ഒരു നോക്ക് കാണാതെ, ഈ ഭൂമിയെ ആസ്വദിക്കാതെ, താരാട്ട് കേൾക്കാതെ വിട പറഞ്ഞിരിക്കുന്നു. കാർമേഘങ്ങൾ ഇടിയോടുകൂടിയ ആരവത്താൽ മഴത്തുള്ളികൾ പൊഴിയും പോലെ മനസ്സ് വിഷമത്തിൻ്റെ അലയടിച്ചുകൊണ്ടേയിരുന്നു. ഇനി എന്താണ്?
അവൻ തളരാതെ ആരതിക്കും മറ്റു കരങ്ങൾക്കും താങ്ങായി നിന്നു. നെഞ്ചു നീറിപ്പുകഞ്ഞെങ്കിലും അതൊന്നും അറിയിക്കാതെ. വിവരമറിഞ്ഞെത്തിയവരുടെ പരിഭവവും സഹതാപവും കഴിഞ്ഞ് എല്ലാ വേദനയുടെ ഭാരവും അവൻ അമ്മയുടെ മടിയിൽ തലചായ്ച്ചു കിടന്ന് കണ്ണീരുകൊണ്ട് കഴുകിക്കളയാൻ ശ്രമിച്ചു. പക്ഷേ ആരതിയെ കാണുമ്പോഴൊക്കെ അവന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 7 മാസം വയറ്റിൽ ചുമന്ന കുഞ്ഞാണ് ഇല്ലാണ്ടായത്. ആ വേദന അവളിൽ മനോരോഗം സൃഷ്ടിച്ചുവെന്ന് വേദനയോടെ അവൻ അറിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയപ്പോൾ എന്തൊക്കെയോ പിറുപിറുത്ത് കുഞ്ഞ് തൻ്റെ കയ്യിൽ ഉണ്ടെന്ന പോലെയായിരുന്നു അവളുടെ പെരുമാറ്റ രീതികൾ. അത് കണ്ട് അനന്തുവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വണ്ടി ബ്രേക്കിട്ടതോ കട്ടറിൽ ചാടിയതോ പേടിച്ചതോ ആകാം കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയതെന്ന് പലരും പറഞ്ഞെങ്കിലും അനന്തു അതൊന്നും ചികിഞ്ഞു നോക്കിയില്ല. നഷ്ടങ്ങളുടെ തൂക്കം നോക്കിയാലും തിരികെ കിട്ടില്ലെന്ന് അനന്തുവിന് അറിയാമായിരുന്നു. നഷ്ടപ്പെടലുകളുടെ ഏകാന്തതയിൽ മുങ്ങിയ നാളുകളായിരുന്നു പിന്നീട്. മാനസികമായും ശാരീരികമായും തളർന്ന ആരതിയുടെ പരിചരണം ഒരു കുഞ്ഞിനെ താലോലിക്കും പോലെ അനന്തു ഏറ്റെടുത്തു. സുഖപ്രാപ്തിക്കായി പല ആരാധനാലയങ്ങളിലും അഭയം പ്രാപിച്ചു. വഴിപാടുകളും നേർച്ചകളും നടത്തി. അതിലുമുപരി അവൻ അവളെ സ്നേഹലാളനകൾ കൊണ്ട് വീർപ്പുമുട്ടിച്ചു. തൻ്റെ പാതിമെയ്യാവാൻ കുടപിടിച്ച വാഗമരച്ചുവട്ടിൽ അവരുടെ കഴിഞ്ഞ ഞെട്ടിക്കുന്ന ഓർമ്മകളുടെയും വേർപാടിൻ്റെയും നൊമ്പരങ്ങളെല്ലാം ഇറക്കിവെച്ച് പുതിയ ജീവിതത്തിനായി കൈകോർത്തു. അങ്ങനെ വർഷങ്ങൾക്ക് വിരാമമിട്ട് പുതിയ അതിഥിയെ വരവേൽക്കാൻ ആരതി തയ്യാറെടുത്തു. അനന്തു പ്രസവ വാർഡിൻ്റെ വരാന്തയിലൂടെ വെപ്രാളപ്പെട്ട് നടന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ മനസ്സിൽ വേവലാതികൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങി. ആരതി അനന്തു, അവൻ വിറയലോട് ഓടിച്ചെന്നു. പെൺകുഞ്ഞാണ്, ചെറുപുഞ്ചിരിയോടെ നേഴ്സ് പറഞ്ഞു. തൻ്റെ കൈകളിൽ തൻ്റെ കുഞ്ഞു മാലാക. അനന്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ദൈവം തന്ന നിധി. അവൻ മെല്ലെ കുഞ്ഞു നെറ്റിയിൽ വാത്സല്യ ചുംബനം നൽകി. ആരതിയെ കാണാതിരിക്കാൻ അവനായില്ല. മുറിയിലേക്ക് ചെന്നപ്പോൾ അവളുടെ അരികത്ത് കുഞ്ഞു കിടന്നു മയങ്ങുന്നു. അവൾ കണ്ണൊന്നുപോലും ചലിപ്പിക്കാതെ കുഞ്ഞിനെ തന്നെ നോക്കിക്കിടക്കുന്നു. അനന്തേട്ടാ നോക്ക്, നമ്മുടെ കുഞ്ഞു മാലാക, നിറ കണ്ണുകളോടെ ആരതി പറഞ്ഞു. അവളുടെ മുഖത്തിന് സൂര്യ തേജസ്സിനേക്കാൾ പ്രഭയുള്ളതായി അന്ന് ആ നിമിഷം അവന് തോന്നി. ലിജ സുനീഷ് എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തതായി കവിതകൾ കേൾക്കാം. തോണി. ഓളങ്ങളിൽ തട്ടി മുന്നോട്ടൊഴുകുവാനൊരോമനത്തോണി നീ കൊണ്ടുവായോ. നീന്തിയകലുന്ന നീർച്ചാലുകളിൽ പകലന്തിയോളം താണ്ടുവാനായി. കിന്നാരം ചൊല്ലുന്ന നീർമണി മുത്തുകളെ പോലെ കണ്ണിനൊരാവേശ പുഷ്പമായി. വെളുക്കുമ്പോൾ തൊട്ടേ ഇരുട്ടുമൂടും വരെ മാഞ്ഞു നിൽക്കുന്നൊരു ചന്ദ്രബിംബമായി. ആണ്ടുകൾക്കിപ്പുറമാണെങ്കിൽ ഇന്നും മുറ്റം നിറയ്ക്കുന്നു തോണിയാകെ. ഇന്നില്ല കാറ്റിനു വീശിയടുപ്പിക്കാൻ ഒരു തോണി പോലും ഇല്ലുലകിൽ. കയ്യിലൊരു കൊച്ചു ഓലതൻ ഘടകങ്ങൾ ഇല്ലില്ല കാൺമതി കുട്ടികളിൽ. മണ്ണിൻ തണുപ്പേറ്റു മാഞ്ഞു നിൽക്കുന്നൊരു ചിരട്ടതൻ കളികളുമിന്നു കാൺമതില്ല. കയ്യിലൊരു യന്ത്രവും കാതിലൊരു മന്ത്രവും ചൊല്ലിയങ്ങു നടപ്പിയുകമാകെയും മൂത്തവരാകെയും മുള്ളിൻ ചെടിയിലെ പുഷ്പങ്ങളായിന്നു മാറിയല്ലോ. അവരുടെ തലമുറ ഏറ്റുപിടിക്കുന്നു ഒരു കൊച്ചു യന്ത്ര പുഷ്പങ്ങളായി. എങ്ങും വിളങ്ങുന്നൊരരങ്ങിലെ കിളിയില്ല, വിളങ്ങുന്നതോ ഈ കൈത്തുണ്ടിലെ ആയുധത്തിൽ. നറുമണമുതിർക്കുന്ന നല്ല സൗഹൃദ വലയമില്ല, ചുളിവുകളാകുമീ കൈരേഖയിൽ. പ്രണയത്തിലുണരുന്ന പനിനീർപ്പൂക്കളും രക്തക്കറ പൂണ്ടന്യമാകെ. ജീവിതരേഖയിൽ ബന്ധനം മാത്രമായി ഉലകിൽ മാതൃത്വമുഴറുന്നുവോ. വിജയം നേടുവാനാരെന്നു നോക്കാതെ
അന്യോന്യം കയർത്തവർ കണ്ടമറുത്തിടുന്നു. സ്നേഹം നശിക്കുമീ കാലത്ത്, കണ്ണീരു മാത്രമായി മാറുന്നു ജീവിതം. ഇനിയുമൊരു തോണിക്കാലമുണ്ടാവില്ല, കണിയായി മാറുന്നു സ്നേഹപല്ലവികൾ. പഴയതിൻ മാധുര്യമേകിയ നാളുകൾക്കൊരു പൂച്ചെണ്ടു നൽകൂ നല്ലൊരോർമ്മയ്ക്കായി നീ. പഴയതിൻ മാധുര്യമേകിയ നാളുകൾക്കൊരു പൂച്ചെണ്ടു നൽകൂ നല്ലൊരോർമ്മയ്ക്കായി നീ. ഭൂമിതൻ ഗർഭപാത്രം. നീയല്ലോ ഭൂമിതൻ ഗർഭപാത്രം, നിന്നാൽ വിളയുന്നു കൊയ്യുന്നു വളരുന്നു പൂക്കളും കനികളും. നിറയുന്നു യൗവനത്തിൻ രേഖകൾ, കാലാകാലമായി മണ്ണിൻ സ്പർശനങ്ങൾ ചികയുന്നു എന്നും കനി തേടി. വിത്തുകൾ ചുംബിച്ചു ശയ്യയായി നീ, പുതപ്പിൻ കണികയായുതിർന്ന് മുളപ്പിക്കും തളിരുകൾ. വേരുകൾ താണ്ടി നമുക്കായി ശിഖരമാക്കിയ കനിമരം. പാറതൻ പൊടികളിലാലോലമാടിയ കരിയിലച്ചാറും പൂവിൻ കണങ്ങളും. മഴതൻ ഭാവവും കിരണശോഭയും നല്ലൊരാ നാളേക്കായി മെനഞ്ഞു കൂട്ടിയൊരാ മണ്ണിൻ തലങ്ങൾ. നമുക്കായി ഏകിയ വസന്തരാവ്. കൃഷിതൻ സൗന്ദര്യപാതകൾ ഒരുക്കിടാൻ വിതച്ചതാണി പ്രാണനാം സൂക്ഷ്മജീവികൾ തൻ വാസസ്ഥലം. പ്രകൃതിതൻ മനോഹര ദൃശ്യമൊരുക്കിടാനുദിച്ചതാണി മണ്ണിൻ ചേലകൾ. എന്നിട്ടും നാം അറിഞ്ഞില്ല, രാവറിഞ്ഞില്ല, കൈതരിക്കും പിശാചിനെ പോലൊന്നു മാത്രം. പണത്തിനായി ഉഴറുമ്പോൾ, വിശപ്പിൻ കനി തേടുമ്പോൾ, നെയ്ത പാതകൾ അടർത്തി മാറ്റുന്നു നീയും ഞാനുമടങ്ങുമീ ലോകർ. കൃഷിതൻ സൗന്ദര്യപാതകൾ ഒരുക്കിടാൻ വിതച്ചതാണി പ്രാണനാം സൂക്ഷ്മജീവികൾ തൻ വാസസ്ഥലം. പ്രകൃതിതൻ മനോഹര ദൃശ്യമൊരുക്കിടാനുദിച്ചതാണി മണ്ണിൻ ചേലകൾ. എന്നിട്ടും നാം അറിഞ്ഞില്ല, രാവറിഞ്ഞില്ല, കൈതരിക്കും പിശാചിനെ പോലൊന്നു മാത്രം. പണത്തിനായി ഉഴറുമ്പോൾ, വിശപ്പിൻ കനി തേടുമ്പോൾ, നെയ്ത പാതകൾ അടർത്തി മാറ്റുന്നു നീയും ഞാനുമടങ്ങുമീ ലോകർ. വയലേലകൾ വെട്ടി നിരത്തി കെട്ടിപ്പൊക്കിയ കുടീരമാലകൾ. ഇനി എത്ര കാലമാണിതൻ അമ്മയാം മണ്ണിൻ മാറുപിളർത്ത് ക്രൂരത തൻ ഭാവം ഏറ്റുവാങ്ങിടുന്നു. ഉള്ളിലുറങ്ങാത്ത വേദന പോലെ ചവറുകൾ കൂടാരമാക്കി. ജലസ്രോതസ്സിൻ കണങ്ങൾ നല്ലൊരാ പച്ചതൻ. നിറമില്ല, മണമില്ല, രുചിഭേദമേതുമില്ലീ ഭക്ഷണപ്രിയരിൽ. വയലേലകൾ വെട്ടി നിരത്തി കെട്ടിപ്പൊക്കിയ കുടീരമാലകൾ. ഇനി എത്ര കാലമാണിതൻ അമ്മയാം മണ്ണിൻ മാറുപിളർത്ത് ക്രൂരത തൻ ഭാവം ഏറ്റുവാങ്ങിടുന്നു. ഉള്ളിലുറങ്ങാത്ത വേദന പോലെ ചവറുകൾ കൂടാരമാക്കി.
ജലസ്രോതസ്സിൻ കണങ്ങൾ നല്ലൊരാ പച്ചതൻ നിറമില്ല, മണമില്ല, രുചിഭേദമേതുമില്ലീ ഭക്ഷണപ്രിയരിൽ. തീർത്ഥമില്ലാതെ ശുദ്ധിയില്ലാത്തൊരീ ജലസമൃദ്ധിയിൽ നീന്തിത്തുടിച്ച രോഗതീവ്രതയിൽ നമ്മൾ കഴിപ്പതും കുടിപ്പതും മാലിന്യമിത്. എന്നിലും നിന്നിലും ചിന്തിപ്പതും പ്രവർത്തിപ്പതും തെല്ലുമാരോഗ്യ ഘടനകൾ. എന്നിട്ടുമില്ലി കാലമത്രയും നമുക്കു വേണ്ടുമീ കൂടാരമാം ഭൂമിക്കും വേണ്ടുവതാരുമോർക്കയില്ല. ഭൂമിയിൽ വീഴുമോരോ തുള്ളിയും ശേഖരിച്ചു വയ്ക്കുമോരാ കൊച്ചു പ്രകൃതിതൻ ജലശേഖരമാണെൻ മണ്ണിൻ സ്വത്ത്. ഇനിയുമാകില്ല എന്നതോർത്തിടാം നാം, ശാപവഴികൾ തെളിഞ്ഞു നിൽക്കെ വിരളമാകുന്ന സമ്പത്ത്. നല്ലൊരാ നാളെ തൻ പ്രകൃതി രമണീയതയെ ചുട്ടു ചാമ്പലാക്കിയവർ ഭൂമിയുടെ ഭടന്മാർ. എന്നിലെ സൂര്യൻ ഉദിച്ചുയരുന്നൊരു പ്രഭതൻ കിരണങ്ങൾ തൻ പ്രതിബിംബമായിരുന്നച്ഛൻ. നിറങ്ങളാം ചിന്തുകൾ ചേർത്തെൻ്റെ വാതിലിൽ സ്നേഹപ്പഴുതുകൾ തീർത്തതച്ഛൻ. ഉദിച്ചുയരുന്നൊരു പ്രഭതൻ കിരണങ്ങൾ തൻ പ്രതിബിംബമായിരുന്നച്ഛൻ. നിറങ്ങളാം ചിന്തുകൾ ചേർത്തെൻ്റെ വാതിലിൽ സ്നേഹപ്പഴുതുകൾ തീർത്തതച്ഛൻ. മൺചിരാതായൻ ഹൃദയനൊമ്പരങ്ങളിൽ കനലായി കടലായി പെയ്തു നിന്നു. അരികിലെന്നഭയമായി നിറപുഞ്ചിരിയാലെ കണിയായി താങ്ങായി കൂടെ നിന്നു. സ്നേഹമാമൃതൂട്ടി പിച്ച നടന്നെൻ കുറുമ്പിൻ തളകൾക്ക് വാളിൻ കരുത്താർജിച്ചതച്ഛൻ. നിറങ്ങളാം ചിന്തുകൾ ചേർത്തെൻ്റെ വാതിലിൽ സ്നേഹപ്പഴുതുകൾ തീർത്തതച്ഛൻ. മൺചിരാതായൻ ഹൃദയനൊമ്പരങ്ങളിൽ കനലായി കടലായി പെയ്തു നിന്നു. അരികിലെന്നഭയമായി നിറപുഞ്ചിരിയാലെ കണിയായി താങ്ങായി കൂടെ നിന്നു. സ്നേഹമാമൃതൂട്ടി പിച്ച നടന്നെൻ കുറുമ്പിൻ തളകൾക്ക് വാളിൻ കരുത്താർജിച്ചതച്ഛൻ. തൂവാലത്തുമ്പിലെ നീർത്തുള്ളിയായി മനം തേടിപ്പിടഞ്ഞതും കരുതലിൻ നൊമ്പര കാഴ്ചകൾ. കനിതരും ചില്ലയും വള്ളിയും മുല്ലയും ചെന്താമരയ്ക്കുമോരച്ഛൻ്റെ മർമ്മര ദർശനം കൊടുപ്പതുമീശ്വര സൃഷ്ടികൾ. ലിജ സുനീഷ് എഴുതി അവതരിപ്പിച്ച കഥ, കവിതകൾ എന്നിവയാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.